പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പോസ്റ്റൽ മാനുവൽ വോളിയം 7 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RMSലെ കാര്യങ്ങൾ, അതിന്റെ 7ാമത്തെ ക്ലാസ്സാണിത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫുൾ പറഞ്ഞ് നിർത്തിയായിരുന്നു. ഇനി അടുത്തത് പാർട്ട് 3 രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മൾ സോർട്ടിംഗ് മെയിൽ ഓഫീസിന്റെ പാർട്ട് 1 മെയിൽ ഡിപ്പാർട്ട്മെന്റ്, പാർട്ട് 2 സോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇനി പാർട്ട് 3 രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുവാണ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇനി അങ്ങോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം റിപ്പീറ്റഡ് സ്വഭാവമുള്ളതായിരിക്കും, ഒരേ പാറ്റേൺ ഉള്ളതായിരിക്കും. നമ്മളിപ്പോൾ സോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് കാര്യം പറഞ്ഞപ്പോഴും ആദ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതിനകത്ത് ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കേസിൽ രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് തുടങ്ങുന്നത്. ദ ഡ്യൂട്ടീസ് ഓഫ് ദ രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് കംപ്രസസ് ഏതൊക്കെ വർക്കുകളാണുള്ളത്, ഏതൊക്കെ ഡ്യൂട്ടികളാണുള്ളത്, കണക്റ്റഡ് വിത്ത് ദ റെസീപ്റ്റ്, കസ്റ്റഡി, സോർട്ടിംഗ് ആൻഡ് ഡെസ്പാച്ച് ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിന്റെ റെസീപ്റ്റ് സ്വീകരിക്കുക, കസ്റ്റഡി വെക്കുന്നു, സോർട്ട് ചെയ്യുന്നു, ഡെസ്പാച്ച് ചെയ്യുന്നു. ഇതാണ് രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഡ്യൂട്ടീസ്. ഈസ് റെസ്പോൺസിബിലിറ്റി. ഇനി റെസ്പോൺസിബിലിറ്റി എവിടം തൊട്ട് എവിടം വരെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, അതേ പാറ്റേൺ ആണ്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ബിഗിൻസ് ഓൺ റെസീപ്റ്റ് ഓഫ് രജിസ്റ്റേർഡ് ബാഗ്സ് ആൻഡ് രജിസ്റ്റേർഡ് പാക്കറ്റ് ബാഗ്സ് ഫ്രം ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് രജിസ്റ്റേർഡ് ബാഗുകൾ, രജിസ്റ്റേർഡ് പാക്കറ്റ് ബാഗുകൾ ഇതൊക്കെ സ്വീകരിക്കുന്നത് മുതൽ ആൻഡ് കണ്ടിന്യൂസ് ടിൽ ദ രജിസ്റ്റേർഡ് ബാഗ്സ് ആൻഡ് രജിസ്റ്റേർഡ് പാക്കറ്റ് ബാഗ്സ് മേഡ് അപ്പ് ബൈ ഹിം ആർ ട്രാൻസ്ഫർ ടു ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. ഈ പിന്നീട് ഇത് പറയല്ലോ, റിസീപ്റ്റ് ചെയ്ത് കസ്റ്റഡി വെച്ച് സോർട്ട് ചെയ്ത് പിന്നെ ഡിസ്പാച്ച്, അതായത് ഈ രജിസ്റ്റേർഡ് ബാഗുകൾ, രജിസ്റ്റേർഡ് പാക്കറ്റ് ബാഗുകളൊക്കെ മേഡപ്പ് ചെയ്തിട്ട് അത് തിരിച്ച് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന് ഡെസ്പാച്ച് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യുന്നവരെ. രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദ രജിസ്റ്റേർഡ് ബാഗുകൾ, രജിസ്റ്റേർഡ് പാക്കറ്റ് ബാഗുകൾ ആൻഡ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് മേഡ് ഓവർ ടു ഹിം ആർ ഫുള്ളി എക്സാമിൻഡ്. അതായത് അദ്ദേഹത്തിന് തന്ന രജിസ്റ്റേർഡ് ബാഗുകൾ, രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഇതൊക്കെ ഫുള്ളി എക്സാമിൻ ചെയ്യണം. ദാറ്റ് ദ രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഡീൽ വിത്ത് ബൈ ഹിം ആർ പ്രോപ്പർലി ട്രീറ്റഡ് ആൻഡ് കറക്റ്റ്ലി ഡിസ്പോസ്ഡ് ഓഫ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ ഈ രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഒക്കെ കറക്റ്റ്ലി പ്രോപ്പർലി ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, കറക്റ്റ്ലി ഡിസ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഉത്തരവാദിത്തം ഈ രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റാണ്. രജിസ്റ്റേർഡ് അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോഴത്തേന് 2 പാർട്സ് ഉണ്ട്, 2 പാർട്സ്. രജിസ്റ്റേർഡ് അബ്സ്ട്രാക്ട് 2 പാർട്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്, റെസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ്. ദ ഫോർമർ ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ്. ഫോർമർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ റെസീപ്റ്റ്സ് പറഞ്ഞ ഇഷ്യൂസ് പറഞ്ഞത് ഫോർമർ ആദ്യത്തെ റെസീപ്റ്റ്സിന്റെ കാര്യത്തിൽ അതിനകത്ത് വരുന്ന എൻട്രീസ് എന്ന് പറയുന്നത് ഏതൊക്കെ, ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് റിസീവ്ഡ് വിത്ത് ഈച്ച് രജിസ്റ്റേർഡ് ലിസ്റ്റ്. രജിസ്റ്റേർഡ് ലിസ്റ്റിന്റെ കൂടെ ലഭിച്ചിട്ടുള്ള രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിന്റെ ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഷുർഡ് ആർട്ടിക്കിൾസ് എമംഗ്സ് ദം, അതിന്റെ ഇടയ്ക്ക് അതിന്റെ കൂടെ ഇൻഷുർഡ് ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ബണ്ടിൽസ് ഇഫ് എനി, അതായത് അതിനകത്ത് രജിസ്റ്റേർഡ് ബണ്ടിലുകൾ ഉണ്ടെങ്കിൽ ഇഫ് എനി ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ നമ്പർ. ദ ലാറ്റർ ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഷുർഡ് ആർട്ടിക്കിൾസ് എമംഗ്സ് ദം ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ബണ്ടിൽസ് ഓപ്പൺ ബൈ ദ സെറ്റ്. അതായത് ഡെസ്പാച്ചിൽ ഇൻഷുർഡ് ആർട്ടിക്കിൾസ് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ. പിന്നെ രജിസ്റ്റേർഡ് ബണ്ടിൽസ്, ഡെസ്പാച്ച് സൈഡിൽ എന്തായാലും ബണ്ടിൽസ് ഉണ്ടാവും, രജിസ്റ്റേർഡ് ബണ്ടിൽസ് ഉണ്ടാവും. അപ്പോൾ അതിന് രജിസ്റ്റേർഡ് ബണ്ടിൽസിന്റെ നമ്പർ. The totals of both sides of the abstract should agree and it should be signed by the registration sorting assistant. 2 സൈഡ് ലെഫ്റ്റ് റൈറ്റ് ഇഷ്യൂസ് റെസിപ്റ്റ് ഇത് രണ്ടും ടാലി ആവണം. അത് എന്നിട്ട് സൈൻ ചെയ്യണം. ആരാണ് സൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് ആണ് സൈൻ ചെയ്യേണ്ടത്. അത്രയാണ് രജിസ്റ്റേർഡ് അബ്സ്ട്രാക്ട്. പ്രിലിമിനറി വർക്ക് അത് നമ്മൾ നേരത്തെയും പറഞ്ഞാണ് പല ഡിപ്പാർട്ട്മെന്റ് കേസിൽ. ഇപ്പൊ ഈ ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കേസിലുള്ള ആ ഒരു കാര്യം പറയുന്നത്, രജിസ്ട്രേഷൻ സോർട്ടിംഗ് ഷുഡ് പ്രിപ്പറേറ്ററി ടു കമൻസിംഗ് വർക്ക് ടേക്ക് ഓവർ ഫ്രം ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. ജോലി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്തൊക്കെ മേടിക്കണം, empty ബാഗ്സുകൾ മേടിക്കണം, സ്റ്റേഷനറികൾ, ആർട്ടിക്കിൾസ് ഓഫ് സ്റ്റേഷനറി, രജിസ്റ്റേർഡ് ലിസ്റ്റുകൾ, എൻവലപ്സ് ഫോർ രജിസ്റ്റേർഡ് ബണ്ടിൽസ്, രജിസ്റ്റേർഡ് ബണ്ടിൽസിന് വേണ്ടിയുള്ള എൻവലപ്പുകൾ ആൻഡ് രജിസ്റ്റേർഡ് അബ്സ്ട്രാക്ട് ഇതൊക്കെ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് മേടിച്ച് വെക്കണം ജോലി തുടങ്ങുന്നതിന് മുമ്പായിട്ട്. അതാണ് പ്രിലിമിനറി വർക്ക് ഓഫ് രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ്. ട്രീറ്റ്മെന്റ് ഓഫ് ആർട്ടിക്കിൾസ് പ്രസന്റഡ് ഫോർ രജിസ്ട്രേഷനായിട്ട് പ്രസന്റ് ചെയ്ത ആർട്ടിക്കിൾ ട്രീറ്റ്മെന്റ്. ആൻ ആർട്ടിക്കിൾ പ്രസന്റഡ് ഫോർ രജിസ്ട്രേഷൻ അറ്റ് എ മെയിൽ ഓഫീസിലോട്ട് ഒരു ആർട്ടിക്കിൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പ്രസന്റ് ചെയ്താൽ അതിന്റെ കാര്യങ്ങൾ ഷുഡ് ബി എക്സാമിൻ ടു സീ ദാറ്റ്, എക്സാമിൻ ചെയ്യണം. എന്നിട്ട് എന്ത് നോക്കണം, ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ, നല്ല കണ്ടീഷനിലാണോ, ആൻഡ് ദാറ്റ് ദ പോസ്റ്റേജ് ആൻഡ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഇൻ ദ കേസ് ഓഫ് എയർമെയിൽ ആർട്ടിക്കിൾസ് എയർ ഫീ പ്രിസ്ക്രൈബ്ഡ് ഫോർ എയർ റൂട്ട് ബി ഫോളോഡ് ആർ ഫുള്ളി പെയ്ഡ്. അതായത് പോസ്റ്റേജ്, രജിസ്ട്രേഷൻ ഫീ, പിന്നെ എയർമെയിൽ ആർട്ടിക്കിൾ ആണെങ്കിൽ എയർ ഫീ, ഇതൊക്കെ ഫുള്ളി പെയ്ഡ് ആണോ എന്ന് നോക്കണം.
ദ ആർട്ടിക്കിൾ ബീങ് വെയ്ഡ് ഫോർ ദിസ് പർപ്പസ്, ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് നോക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ വെയ് ചെയ്ത് നോക്കണം ഇഫ് നെസസറി, ആവശ്യമാണ്. പിന്നെ സെൻഡന്റ് അഡ്രസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. മിസ്സെന്റ് രജിസ്റ്റർ ആർട്ടിക്കിൾസ്, ഇഫ് എ രജിസ്റ്റർ ആർട്ടിക്കിൾ ഇസ് റിസീവ്ഡ് മിസ്സെന്റ് ആയിട്ട് ഒരു രജിസ്റ്റർ ആർട്ടിക്കിൾ വന്ന്, അപ്പൊ എന്ത് ചെയ്യും? എ നോട്ട് ഓഫ് ദ ഇറഗുലാരിറ്റി ഷുഡ് ബി മെയ്ഡ് ഓൺ ദ രജിസ്റ്റേർഡ് ലിസ്റ്റ്. രജിസ്റ്റേർഡ് ലിസ്റ്റിൽ ഒരു ഇറഗുലാരിറ്റി നോട്ട് ചെയ്യും ഇതിനെക്കുറിച്ച്, അതിനെ സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ഷുഡ് ബി സ്റ്റാമ്പ് ഷോൺ ടു ദ ഹെഡ് സോർട്ടിംഗ് എസ്റ്റന്റ്. അത് സ്റ്റാമ്പ് ചെയ്തിട്ട് ആർട്ടിക്കിൾ സ്റ്റാമ്പ് ചെയ്തിട്ട് അത് ഹെഡ് സോർട്ടിംഗ് എസ്റ്റന്റിനെ കാണിക്കും. ആൻഡ് ഫോർവേഡ് ടു കറക്റ്റ് ഡെസ്റ്റിനേഷൻ, കറക്റ്റ് ഉള്ള ഡെസ്റ്റിനേഷന് ഏത് ഡെസ്റ്റിനേഷനാണോ കറക്റ്റായിട്ട് പോകേണ്ടത് അതിലേക്ക് ഫോർവേഡ് ചെയ്യും ഇൻ ദ യൂഷ്വൽ കോഴ്സ് സാധാരണ പോലെ. ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്റേർഡ് ആൻഡ് രജിസ്റ്റേർഡ് പാക്കറ്റ് ബാഗ്സ് ടു ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എ സഫിഷ്യന്റ് ടൈം ബിഫോർ അവർ ഫിക്സ്ഡ് ഫോർ ദ അതായത് മെയിൽ ഡെസ്പാച്ചിന് മതിയായ സമയം മുമ്പ് രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഈ രജിസ്റ്റേർഡ് പാക്കറ്റ് ബാഗുകൾ രജിസ്റ്റേർഡ് ബാഗുകളൊക്കെ കൈമാറണം മാർക്ക് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന്. അപ്പൊ അണ്ടർ റെസീവ് ടു ടേക്ക്, അതായത് രജിസ്റ്റേർഡ് അബ്സ്ട്രാക്റ്റിൽ ഒപ്പിട്ട് മേടിച്ചിട്ട് കൈമാറണം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഡെലിവറി ഓഫ് വർക്ക് പേപ്പേഴ്സ് എക്സെട്ര ടു ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. സോർട്ടിംഗ് അസിസ്റ്റന്റ് വർക്ക് പേപ്പറുകൾ, അത് വർക്ക് പേപ്പറുകളെല്ലാം എക്സാമിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് കൈമാറണം സോർട്ടിംഗ് അസിസ്റ്റന്റിന്. പിന്നെ എനി സ്പെയർ MD രജിസ്റ്റേർഡ് ബാഗുകൾ ഉണ്ടെങ്കിൽ അതും കൈമാറണം. അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെയർ ആയിട്ട്, അതായത് രാവിലെ പ്രിലിമിനറി വർക്കായിട്ട് മേടിക്കുമെന്ന് പറഞ്ഞല്ലോ MD ബാഗ്സിലൊക്കെ, അപ്പൊ അതിനകത്ത് സ്പെയർ ആയിട്ട് എന്തെങ്കിലും പൊസിഷനിൽ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻസിന്റെ പൊസിഷനിൽ ഉണ്ടെങ്കിൽ അതെല്ലാം കൈമാറണം ടു ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. അപ്പൊ ഇത്ര ആകുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പാഴ്സൽ ഡിപ്പാർട്ട്മെന്റ് ആണ് പറയാനുള്ളത്. അപ്പൊ പാർട്ട് 4 പാഴ്സൽ ഡിപ്പാർട്ട്മെന്റ് നോക്കിയ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പാഴ്സൽ സോർട്ടിംഗ് അസിസ്റ്റന്റ്. ഞാൻ പറഞ്ഞില്ലേ സെയിം പാറ്റേൺ ആണ് പോകുന്നത്. The duties of the parcel sorting agent comprises ഏതൊക്കെ വർക്കുകളാണുള്ളത്? റെസീപ്റ്റ്, കസ്റ്റഡി, സോർട്ടിങ്, ഡെസ്പാച്ച് ഓഫ് പാഴ്സൽ മെയിൽ ആർട്ടിക്കിൾ. പാഴ്സൽ മെയിൽ ആർട്ടിക്കിളിന്റെ റെസീപ്റ്റ് കസ്റ്റഡി വെക്കുക, സോർട്ട് ചെയ്യുക, ഡെസ്പാച്ച് കൊടുക്കുക. ഈസ് റെസ്പോൺസിബിലിറ്റി തുടങ്ങും എപ്പോൾ തൊട്ട്? വെൻ ദ പാഴ്സൽ മെയിൽ ആർട്ടിക്കിൾ റെസീവ്ഡ് ബൈ ഹിം ഇൻ പാഴ്സൽ ബാഗ്സ് ഓർ ലൂസ് ഫ്രം ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് ബാഗിലിട്ടോ അല്ലെങ്കിൽ ലൂസായിട്ടോ പാഴ്സൽ മെയിൽ ആർട്ടിക്കിൾ സ്വീകരിക്കുന്നത് തുടങ്ങി and continues until the articles are made over by him enclosed in parcel bags or loose to the head sorting agent. പാഴ്സൽ ബാഗുകൾ ലൂസായിട്ടോ ബാഗുകളിൽ ഇട്ടിട്ടോ തിരിച്ച് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് കൊടുക്കുന്നവരെ കൈമാറുന്നവരെ ആ ഡ്യൂട്ടി ഉണ്ടാവും എന്ന് പറയുന്നത്. പാഴ്സൽ അബ്സ്ട്രാക്ട്, നേരത്തെ രജിസ്റ്റേർഡ് അബ്സ്ട്രാക്ട് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ പോലെ പാഴ്സൽ അബ്സ്ട്രാക്ട് ഇൻ ദ കേസ് ഓഫ് പാഴ്സൽ ഡിപ്പാർട്ട്മെന്റ്. Parcel abstract is divided into 2 parts, receipts, issues. The former എന്ന് പറഞ്ഞാൽ റെസീപ്റ്റ്സിന്റെ അണ്ടറിൽ വരുന്ന എൻട്രികൾ, നമ്പർ ഓഫ് ഓർഡിനറി രജിസ്റ്റേർഡ് ആൻഡ് ഇൻഷുർഡ് പാഴ്സൽ മെയിൽ ആർട്ടിക്കിൾ, ഓർഡിനറി രജിസ്റ്റേർഡും പിന്നെ ഇൻഷുർഡ് പാഴ്സൽ മെയിലിന്റെ നമ്പേഴ്സ് വരും. റിസീവ്ഡ് കിട്ടിയത്, മറ്റടുത്ത് ഡെസ്പാച്ച്. And the latter, the total number of ordinary registered and insured mail article dispatched with each parcel list. Parcel list ഉൾപ്പെടെയുള്ള ഈ ഡെസ്പാച്ച് ആയിട്ടുള്ള ഓർഡിനറി രജിസ്റ്റേർഡ് ആൻഡ് ഇൻഷുർഡ് മെയിൽ ആർട്ടിക്കിൾസിന്റെ നമ്പർ. പിന്നെ അടുത്ത് പറഞ്ഞാൽ ടാലി ആവണം. ടോട്ടൽസ് ഓഫ് ബോത്ത് സൈഡ് ഓഫ് ദ അബ്സ്ട്രാക്ട് ഷുഡ് ബി എഗ്രി. പിന്നെ ആര് സൈൻ ചെയ്യണം? പാഴ്സൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് സൈൻ ചെയ്യണം. പ്രിലിമിനറി ഡ്യൂട്ടി, പ്രിലിമിനറി വർക്ക്, പാഴ്സൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഷുഡ് പ്രിപ്പറേറ്ററി ടു കമൻസിംഗ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ടു ടേക്ക് ഓവർ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്തൊക്കെ മേടിക്കണം? MD ബാഗ്സുകൾ, സ്റ്റേഷനറി, പിന്നെ പാഴ്സൽ ലിസ്റ്റുകൾ, പാഴ്സൽ അബ്സ്ട്രാക്ട്. ദ ട്രാൻസ്ഫർ ഓഫ് പാഴ്സൽ ബാഗ്സ് ആൻഡ് പാഴ്സൽ മെയിൽ ആർട്ടിക്കിൾസ് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഡെസ്പാച്ചിന് സഫീഷ്യന്റ് ടൈം ബിഫോർ ഈ പാഴ്സൽ ബാഗുകളൊക്കെ പാഴ്സൽ മെയിൽ ആർട്ടിക്കിൾസ്, പാഴ്സൽ ലിസ്റ്റ് ഉൾപ്പെടെ ഈ പാഴ്സൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് കൈമാറണം. അപ്പൊ ഇവിടെ ഒപ്പിട്ട് മേടിക്കും, പാഴ്സൽ അബ്സ്ട്രാക്റ്റിൽ ഒപ്പിട്ട് മേടിക്കും. ഡെലിവറി ഓഫ് വർക്ക് പേപ്പേഴ്സ് എക്സെട്ര ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്, അതായത് പാഴ്സൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് വർക്ക് പേപ്പേഴ്സുകൾ, അദ്ദേഹത്തിന് തയ്യാറാക്കിയ വർക്ക് പേപ്പേഴ്സിലൊക്കെ എക്സാമിൻ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും സ്പെയർ MD ബാഗ്സിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് കൈമാറണം. സ്റ്റേഷനറികൾ. പാഴ്സൽ ഡിപ്പാർട്ട്മെന്റ് തീർന്ന ഇനി ട്രാൻസിറ്റ് സെക്ഷൻസ് ആൻഡ് ട്രാൻസിറ്റ് മെയിൽ ഓഫീസ്. ട്രാൻസിറ്റ് സെക്ഷൻസ്, ട്രാൻസിറ്റ് മെയിൽ ഓഫീസ് ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടെ കൊടുക്കുവാണ്, കാരണം മറന്നുപോയെങ്കിലോ. ട്രാൻസിറ്റ് മെയിൽ ഓഫീസ്, പിന്നെ ട്രാൻസിറ്റ് സെക്ഷൻ. ട്രാൻസിറ്റ് മെയിൽ ഓഫീസ് ഒരു RMSന്റെ ബ്രാഞ്ചാണ്. അവിടെ ക്ലോസ്ഡ് ബാഗ്സ് സ്വീകരിക്കും, ഡെസ്പാച്ച് ചെയ്യും. സോർട്ടിംഗ് ഓഫ് ലെറ്റേഴ്സ് ഇല്ല യൂണിറ്റിൽ. മെയിൽ ഏജന്റ് അല്ലെങ്കിൽ മെയിൽ ഗാർഡാണ് അതിന്റെ ഇൻചാർജ്. ട്രാൻസിറ്റ് സെക്ഷൻസ്, അപ്പൊ സെക്ഷൻ തന്നെ ഓർക്കുക, എന്നുവെച്ചാൽ ട്രാവലിംഗ് ഓഫീസേഴ്സ് ഓഫ് RMS ആണ് ട്രാൻസിറ്റ് സെക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫീസർ ഇൻചാർജ് എന്ന് പറയുന്നത് മെയിൽ ഗാർഡ് അല്ലെങ്കിൽ മെയിൽ ഏജന്റിന്റെ ആണ്. അപ്പോൾ ട്രാൻസിറ്റ് സെക്ഷൻസ് ആൻഡ് ട്രാൻസിറ്റ് മെയിൽ ഓഫീസേഴ്സ് അതിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നേരത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ
ഹെഡുകളുടെ ഇൻചാർജുകളുടെ ഡ്യൂട്ടീസ് പറഞ്ഞാണ് തുടങ്ങിയത്. ഇവിടെ അത് കണക്ക് തുടങ്ങുന്നു. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ മെയിൽ ഗാർഡ് ഓർ മെയിൽ ഏജന്റ്. ഡ്യൂട്ടീസ് ഓഫ് മെയിൽ ഗാർഡ് ഓർ മെയിൽ ഏജന്റ് കംപ്രസ് ചെയ്യുന്നു. റെസീപ്റ്റ് ഉണ്ട്, കസ്റ്റഡി ഉണ്ട്, സോർട്ടിംഗ് ഉണ്ട്, ഡെസ്പാച്ച് ഉണ്ട്. എന്നിന്റെയൊക്കെ ആർട്ടിക്കിൾ പോസ്റ്റഡ് ഇൻ ദ വാനിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടുള്ള, വാൻ എന്ന് മീൻസ് കമ്പാർട്ട്മെന്റ്, അവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ. പിന്നെ ഓഫീസിന്റെ കാര്യത്തിൽ ഓഫീസിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ക്ലോസ്ഡ് മെയിൽസ് ആയിട്ട് വന്നതിന്റെയൊക്കെ റെസീപ്റ്റ്, കസ്റ്റഡി, സോർട്ടിംഗ്, ഡെസ്പാച്ച്. ഹിസ് റെസ്പോൺസിബിലിറ്റി ബിഗിൻസ്, അറിയാലോ റെസ്പോൺസിബിലിറ്റി എപ്പോ തൊട്ട് എപ്പോ വരെ. ബിഗിൻസ് വെൻ ആർട്ടിക്കിൾസ് ആർ ക്ലിയർഡ് ഫ്രം ലെറ്റർ ബോക്സസ് ഓർ വെൻ ക്ലോസ്ഡ് മെയിൽസ് ആർ മെയ്ഡ് ഓവർ ടു ഹിം ബൈ എ സെക്ഷൻ ഓഫീസ് ഓർ കാരിയർ. അതായത് റെസ്പോൺസിബിലിറ്റി ബിഗിൻ ചെയ്യുന്ന എപ്പോഴോ, അതായത് ആർട്ടിക്കിളുകൾ ലെറ്റർ ബോക്സിൽ നിന്ന് ക്ലിയർ ചെയ്തെടുത്ത് ഉടനെ, അല്ലെങ്കിൽ ക്ലോസ്ഡ് മെയിൽസ് വേറെ സെക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നോ കാരിയർ വഴി ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്ന ഉടനെ ഈ ഡ്യൂട്ടി ബിഗിൻ ചെയ്യും. ആൻഡ് കണ്ടിന്യൂസ് ടിൽ ദ ബാഗ്സ് ആർ ഡെലിവേർഡ് ഓർ ഡെസ്പാച്ച് ഡെസ്റ്റിനേഷൻ. എന്നിട്ട് അത് എപ്പം വരെ കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബാഗുകളെല്ലാം കൂടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഡെസ്പാച്ച് ചെയ്യുന്നവരെ. പറയുന്നത് ഈ മെയിൽ ഗാർഡ് ഓർ മെയിൽ ഏജന്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ആർട്ടിക്കിൾസ് കണ്ടെയ്ൻ ഇൻ ദ ക്ലോസ്ഡ് മെയിൽസ്. ക്ലോസ്ഡ് മെയിൽസിൽ ഉള്ള ആർട്ടിക്കിൾ അവർ ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ഡെഫിനിഷനിലും പറഞ്ഞ കാര്യമാണ്. ബട്ട് ട്രാൻസിറ്റ് ബാഗ്സ് അഡ്രസ് ടു ദ സെക്ഷൻ ഓർ ഓഫീസ് ആർ ഓപ്പൺഡ്. എന്നാൽ ആ സെക്ഷനിൽ അല്ലെങ്കിൽ ഓഫീസിലേക്ക് അഡ്രസ് ചെയ്യപ്പെട്ടുള്ള ട്രാൻസിറ്റ് ബാഗുകൾ അവർ ഓപ്പൺ ചെയ്യും. ആൻഡ് ദ ബാഗ്സ് കണ്ടെയ്ൻ ഇൻ ദം ആർ ഡിസ്പോസ്ഡ് ഓഫ് ബൈ. എന്നിട്ട് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ബാഗുകൾ ഡിസ്പോസ് ചെയ്യും. അറിയില്ല, ട്രാൻസിറ്റ് ബാഗ്സ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനും പറഞ്ഞതാണ് ഒരുപാട് ബാഗുകൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്നത്. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് മെയിൽ ഗാർഡ് അല്ലെങ്കിൽ മെയിൽ റെസ്പോൺസിബിൾ ദ ആർട്ടിക്കിൾസ് ആൻഡ് ബാഗ്സ് ഡീൽ വിത്ത് ബൈ ഹിം ആർ കെയർഫുള്ളി എക്സാമിൻഡ്. അതായത് അവർ ഡീൽ ചെയ്ത ആർട്ടിക്കിളുകൾ, ബാഗുകൾ ഇതൊക്കെ കെയർഫുള്ളി എക്സാമിൻ ചെയ്യണം, പിന്നെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യണം, കറക്റ്റ്ലി ആയിട്ട് എടുത്ത് ഡിസ്പോസ് ചെയ്യണം, പിന്നെ ബണ്ടിലുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം, ലേവലിംഗ് ചെയ്യണം, സീൽ ചെയ്യണം. അൺസർവീസബിൾ ബാഗ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ റെഗുലാരിറ്റീസ് ആൻഡ് അൺയൂഷ്വൽ ഒക്കറൻസ് കണക്റ്റഡ് വിത്ത് ദിസ് വർക്ക് ആർ പ്രോംപ്റ്റ്ലി ഡിറ്റക്റ്റഡ്. അതായത് ഇറഗുലാരിറ്റികൾ, അൺയൂഷ്വൽ ഒക്കറൻസുകൾ ഇത് അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഡിറ്റക്ട് ചെയ്യണം. എന്നിട്ട് ഇത് നോട്ടീസിൽ കൊണ്ടുവരണം. വർക്ക് പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, കറക്റ്റ്ലി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അറ്റൻഡൻസ് ഓഫ് സെറ്റ്. An attendance register will be kept in the transmail office in which every mail agent or mail guard of a set must sign his name. അതായത് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും ട്രാൻസ്മെയിൽ ഓഫീസിൽ. അവിടെ ഈ മെയിൽ ഏജന്റ് അല്ലെങ്കിൽ മെയിൽ ഗാർഡ് സൈൻ ചെയ്യണം. ആൻഡ് എൻ്റർ ദ ടൈം ഓഫ് ഹിസ് അറ്റൻഡൻസിന്റെ ടൈം. കൃത്യസമയത്ത് മെയിൽ ഏജന്റ് അല്ലെങ്കിൽ മെയിൽ ഗാർഡ് ഓഫ് എ സെക്ഷൻ ഷുഡ് ബി പ്രസന്റ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷനിൽ പ്രസന്റ് ആയിരിക്കണം. ആൻഡ് ഷുഡ് സീ ദാറ്റ് ആൾ അതർ ഒഫീഷ്യൽസ് ആർ പ്രസന്റ്. ബാക്കിയുള്ള ഒഫീഷ്യൽസ് പ്രസന്റ് ആണോ എന്ന് നോക്കണം ഇൻ ഡ്യൂ ടൈം. And that the work papers and all other articles to be taken for use during the trip have been brought. അതായത് ഈ വർക്ക് പേപ്പറുകൾ, ബാക്കിയുള്ള ആർട്ടിക്കിളുകൾ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള, ഡ്യൂറിങ് ട്രിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കണം. യു ഷുഡ് സീ ദാറ്റ് സ്റ്റാഫ് ആർ നീറ്റ്ലി ഡ്രസ്ഡ്. സ്റ്റാഫുകൾ നീറ്റായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ദാറ്റ് ദേ ബ്രിങ് നോ പേഴ്സണൽ ലഗേജ് വിത്ത് ദം എക്സെപ്റ്റ് ദെയർ ഹാൻഡ് ബാഗ്സ് ആൻഡ് ബെഡിങ്. അവരുടെ ഹാൻഡ് ബാഗ്, ബെഡിങ് അല്ലാതെ വേറെ എന്തെങ്കിലും പേഴ്സണൽ ലഗേജ് സ്റ്റാഫുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതിന്റെ ഈ ഹാൻഡ് ബാഗിന്റെ ബെഡിങ്ങിന്റെ കാര്യമൊക്കെ നമ്മൾ ഇതിനും പറഞ്ഞിട്ടുള്ളതാണ്. ഇനി റണ്ണിങ് സെക്ഷന്റെ കേസുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ, അവിടെ വേറെ നോ അറ്റൻഡൻസ് രജിസ്റ്റർ ആർ മെയിൻറ്റൈൻഡ്. അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഇല്ല. ദ ഒഫീഷ്യൽ പെർഫോമിംഗ് ദ പർട്ടിക്കുലർ ഡ്യൂട്ടി ഷുഡ് സൈൻ ഇൻ ദ ന്യൂമറിക്കൽ ഓർഡർ എഗെയിൻ സച്ച് ഡെസിഗ്നേഷൻ ഇൻ ദ ഡെയിലി റിപ്പോർട്ട് ഓൺലി. അതായത് ഈ ഡ്യൂട്ടിയിൽ പെർഫോം ചെയ്യുന്ന ഒഫീഷ്യല് സൈൻ ചെയ്യുന്നത്, ന്യൂമറിക്കൽ ഓർഡറിൽ സൈൻ ചെയ്യുന്നത് ഈ ഡെയിലി റിപ്പോർട്ടിലാണ്. ഡെസിഗ്നേഷന്റെ ആ ഒരു എൻട്രിക്ക് നേരെ ഡെയിലി റിപ്പോർട്ടിലാണ് അവരെ അറ്റൻഡൻസിന്റെ പോലുള്ള സൈൻ വരുന്നത്. എക്സാമിനേഷൻ ഓഫ് വാൻ. മെയിൽ ഏജന്റ് മെയിൽ ഗാർഡ് ഷുഡ് എക്സാമിൻ ദ ഇന്റീരിയർ ഓഫ് ദ വാൻ ആൻഡ് ദ ഫിറ്റിംഗ്സ്, ഗ്ലാസ് വിൻഡോസ് ആൻഡ് ലാംപ്സ് ടു സീ ദാറ്റ് നത്തിങ് ഈസ് ഡാമേജ്ഡ്. അതായത് മെയിൽ ഏജന്റ് മെയിൽ ഗാർഡ് ഈ വാനിന്റെ ഇന്റീരിയർ എക്സാമിൻ ചെയ്യണം. അതിന് ഫിറ്റിങ്ങുകൾ, ഗ്ലാസ് വിൻഡോസ്, ലാമ്പുകൾ ഇതൊന്നും ഡാമേജ് കണ്ടീഷൻ അല്ല എന്നുള്ള ഉറപ്പുവരുത്തൽ. പ്രിലിമിനറി വർക്ക്, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിലിമിനറി വർക്ക്, അത് ഇതിലുണ്ട്. മെയിൽ ഏജന്റ് അല്ലെങ്കിൽ മെയിൽ ഗാർഡ് ഓഫ് എ സെക്ഷൻ ആണ് അത് ചെയ്യുന്നത്. അവരുടെ എന്താണ്, ഷുഡ് സീ ദാറ്റ് ദ ഹാൻഡ് ബാഗ്സ്, ബ്രീഫ് കേസ്, റോൾസ് ഓഫ് ബെഡിങ് ഓഫ് അതർ ഒഫീഷ്യൽ സൂട്ടബിളി പ്ലേസ് ഇൻ ദ മെയിൽ വാൻ എവേ ഫ്രം ദ ഓപ്പറേഷണൽ ഏരിയ. അതായത് മറ്റുള്ള സ്റ്റാഫുകളുടെ ഈ ബ്രീഫ് കേസുകൾ, ഈ ബെഡിങ്, അതുപോലത്തുള്ള ഈ സാധനങ്ങളൊക്കെ ഈ ജോലി നടക്കുന്ന ഏരിയയിൽ നിന്ന് മാറ്റിയിട്ടാണോ വെച്ചിരിക്കുന്നത് നോക്കണം. ആൻഡ് ദാറ്റ് ദ പോർട്ട്ഫോളിയോസ് ഓപ്പൺഡ്. പോർട്ട്ഫോളിയോ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, സിസേഴ്സ്, അത് ഇത് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ ഓപ്പൺ ആണോ. ആൻഡ് ആർട്ടിക്കിൾസ് ടേക്കൺ ഔട്ട് ആൻഡ് അറേഞ്ച്ഡ്. അതിനകത്തുള്ള ആർട്ടിക്കിളൊക്കെ പുറത്തെടുത്തിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം.
മെയിൽ ഏജന്റ് ഓർ മെയിൽ ഗാർഡ് ഓഫ് എ സെക്ഷൻ ഷുഡ് നെക്സ്റ്റ് സി അടുത്തായിട്ടൊന്ന് നോക്കണം ദാറ്റ് ദ ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിംഗ് ദ വർക്ക് പേപ്പേഴ്സ് റെക്കോർഡ് ഫോർ യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു അതർ ഡിഫറെന്റ് ഓഫീഷ്യൽസ്. വർക്ക് പേപ്പേഴ്സ് എല്ലാം ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ടോ, അതൊക്കെ മറ്റുള്ള ഓഫീഷ്യൽസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഒക്കെ നോക്കണം. ഈ ഷുഡ് ദെൻ അറേഞ്ച് ദ എം ഡി ബാഗ്സ് റെക്കോർഡ് ഫോർ യൂസ്. ഈ എം ഡി ബാഗുകളും അറേഞ്ച് ചെയ്യണം ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള. ഇഫ് ദ സെക്ഷൻ കമൻസസ് ട്രിപ്പ് അറ്റ് എ ചേഞ്ചിങ് സ്റ്റേഷൻ, ഒരു ചേഞ്ചിങ് സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട്, റിലീവിംഗ് സെറ്റ്, റിലീവ്ഡ് സെറ്റ്, ഒന്ന് ഇറങ്ങി മറ്റൊന്ന് കയറുന്ന ഒരു സ്ഥലം ചേഞ്ചിങ് സ്റ്റേഷൻ. അപ്പൊ അവിടെ വെച്ചിട്ടൊരു സെക്ഷൻ ട്രിപ്പ് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിലുള്ള പ്രിലിമിനറി വർക്ക് ദ മെയിൽ ഏജന്റ് അല്ലെങ്കിൽ മെയിൽ ഗാർഡ് ഷുഡ് ഫസ്റ്റ് ടേക്ക് ഡെലിവറി ഓഫ് ദ മെയിൽസ് ഫ്രം ദ ഒഫീഷ്യൽ ഇൻ ചാർജ് ഓഫ് ദ റിലീവ്ഡ് സെറ്റ്. റിലീവ്ഡ് സെറ്റ് എന്ന് പറയാൻ പോകുന്നത്, റിലീവിംഗ്, ജോയിനിങ്. അപ്പൊ റിലീവ്ഡ് എന്ന് പറയാൻ ആ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത്, ആ റിലീവ്ഡ് സെറ്റിന്റെ എന്നുള്ള ടേക്ക് ഡെലിവറി ഓഫ് മെയിൽസ്, അവരിൽ നിന്ന് ഈ ഡെലിവറി മേടിക്കണം മെയിൽസിന്റെ. എന്നിട്ട് എക്സാമിൻ ദ ബാഗ്സ് ഇൻ ദ പ്രസൻസ് ഓഫ്, എന്നിട്ട് അവരുടെ പ്രസൻസിൽ എക്സാമിൻ ചെയ്യണം ബാഗുകളൊക്കെ. ആൻഡ് ദെൻ സൈൻ ദ സെക്ഷണൽ മെയിൽ ലിസ്റ്റ്, സ്പെഷ്യൽ മെയിൽ ലിസ്റ്റ് ഒക്കെ സൈൻ ചെയ്യണം. അതങ്ങനെ ഉണ്ടെങ്കിൽ, ഇഫ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻ ടോക്കൺ ഓഫ് ഹാവിംഗ് റിസീവിംഗ് ദ മെയിൽസ് കറക്ട്ലി, മെയിൽ സ്വീകരിച്ചതിനുള്ള ടോക്കണായിട്ട്. Disposal of unregistered articles posted in the van or office or received from a mail peon should be sorted. അതായത് അൺരജിസ്റ്റർഡ് ആർട്ടിക്കിൾസ്, അത് വാനിൽ പോസ്റ്റ് ചെയ്യായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിൽ പോസ്റ്റ് ചെയ്യായിക്കോട്ടെ, അല്ലെങ്കിൽ റിസീവ്ഡ് ഫ്രം എ മെയിൽ പ്യൂൺ ആയിക്കോട്ടെ, അത് sorted according to the instructions അനുസരിച്ച് സോർട്ട് ചെയ്തിട്ട് and deal within accordance with the procedure prescribed by the divisional head പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ പ്രൊസീജിയറിൽ ഡീൽ ചെയ്യും. പ്രിപ്പറേഷൻ ഓഫ് മെയിൽ ഫോർ ഡെസ്പാച്ചിന് വേണ്ടിയുള്ള മെയിലിന്റെ പ്രിപ്പറേഷൻ. എ സഫീഷ്യന്റ് ടൈം ബിഫോർ ദ അറൈവൽ ഓഫ് ദ ട്രെയിൻ അറ്റ് എ സ്റ്റേഷൻ വെയർ മെയിൽ ആർ ടു ബി ഗീവൺ ഔട്ട് ബൈ എ ട്രാൻസിറ്റ് സെക്ഷൻ. അതായത് ഒരു ട്രാൻസിറ്റ് സെക്ഷൻ മെയിൽ ഡെലിവറി ചെയ്യേണ്ട സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ്, ആ ട്രെയിൻ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അവർ ഫിക്സ്ഡ് ഫോർ ദ ഡെസ്പാച്ച് ഓഫ് മെയിൽ ബൈ എ ട്രാൻസിറ്റ് മെയിൽ ഓഫീസ്. ട്രാൻസിറ്റ് മെയിൽ ഓഫീസിന്റെ കേസിൽ മെയിൽ ഡെസ്പാച്ച് ചെയ്യാൻ ഫിക്സ് ചെയ്യുന്ന അവറിന് എ സഫീഷ്യന്റ് ടൈം മുമ്പിൽ ദ ബാഗ്സ് ഫോർ ഡെലിവറഡ്, അതായത് ഡെലിവറിക്കുള്ള ബാഗുകൾ ഷുഡ് ബി സോർട്ട് ചെയ്യണം. ദോസ് വിച്ച് ആർ നോട്ട് ടു ബി ഫോർവേഡ് ലൂസ് ബീയിങ് സോർട്ടിംഗ് അക്കോർഡിംഗ് ടു ദ ട്രാൻസിറ്റ് ബാഗ്സ് ഇൻ വിച്ച് ദേ ആർ ടു ബി എൻക്ലോസ്ഡ്. എന്നിട്ട് അതിനകത്ത് തന്നെ ഈ ട്രാൻസിറ്റ് ബാഗ് ഇട്ട് അയക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിനകത്ത് ഇട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ആൻഡ് ദ മെയിൽ ഗാർഡ് ഓർ മെയിൽ ഏജന്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് ആൻഡ് ദ നമ്പർ ഓഫ് ബാഗ്സ് ഫോർ ഡെലിവറി ഓർ ഡെസ്പാച്ച് ഇസ് കറക്റ്റ്. എന്നിട്ട് മെയിൽ ഗാർഡ് അല്ലെങ്കിൽ മെയിൽ ഏജന്റ് ഇത് നോക്കണം, കറക്റ്റായുള്ള ഡെസ്പാച്ചുള്ള ബാഗുകളുടെ നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. ഫൈനൽ ഡ്യൂട്ടീസ് ബിഫോർ ക്വിറ്റിംഗ് വാൻ ഓർ ഓഫീസ്. വാനിൽ നിന്നോ ഓഫീസിൽ നിന്നോ ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഡ്യൂട്ടികൾ. മെയിൽ ഏജന്റ് ഓർ മെയിൽ ഗാർഡ് ഷുഡ് എക്സാമിൻ ദ ഫിറ്റിംഗ്സ്, ലാംപ്സ് എക്സെട്ര ഓഫ് ദ വാൻ. അപ്പോൾ വാനിന്റെ കേസിലുള്ള കാര്യമാണ് പറയുന്നത്. കിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മെയിൽ ഏജന്റ് അല്ലെങ്കിൽ മെയിൽ ഗാർഡ് എക്സാമിൻ ചെയ്യണം ഈ ഫിറ്റിങ്ങുകൾ, ലാമ്പുകൾ, വാന്റെ നത്തിങ് ഹാസ് ബീൻ ഡാമേജ് ഓർ ലോസ്, നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഡാമേജ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കണം. ഈ ഷുഡ് റീപ്ലേസ് ദ സ്റ്റാമ്പ്, സീൽസ്, ബുക്സ് എക്സെട്ര ഇൻ ദ പോർട്ട്ഫോളിയോ. ഈ സ്റ്റാമ്പുകൾ, സീലുകൾ, ബുക്കുകൾ ഇതൊക്കെ പോർട്ട്ഫോളിയോയിൽ എടുത്ത് വെക്കണം. പുട്ട് ദ എംപ്റ്റി ബാഗ്സ് ഫോർ റിട്ടേൺ ടു റെക്കോർഡ് ഓഫീസ് ഇൻ ദ ബാഗ് പ്രൊവൈഡ് ഫോർ ദ പർപ്പസ്. റെക്കോർഡ് ഓഫീസിലേക്ക് റിട്ടേൺ പോകുന്ന എംപ്റ്റി ബാഗുകൾ കറക്റ്റായിട്ട് പക്കയായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നോക്കണം. ലേബിലാണ് സീൽഡ് ലെറ്റർ ബാഗ്, അതായത് ബാഗുകളൊക്കെ ലേബിൾ ചെയ്തിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. You should then give out the mail to be delivered and if the trip is ended at a changing station, make over the mails for the, അതായത് ഇനി പുതിയൊരു സെറ്റ് റിലീവിംഗ് സെറ്റ്, ജോയിനിങ് സെറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ആർട്ടിക്കിൾസ്. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, ദ മെയിൽ ഏജന്റ് ഷുഡ് എക്സാമിൻ ആൻഡ് ചെക്ക് ദ ആർട്ടിക്കിൾസ് ഡീറ്റെയിൽഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് സീ ദാറ്റ് ആർട്ടിക്കിൾസ് ഓഫ് സ്റ്റേഷനറി, സ്റ്റാമ്പ്സ്, സീൽസ്, ബുക്സ് എക്സെട്ര കെയർഫുള്ളി പുട്ട് അവേ. അതായത് ഇതിപ്പോ ഓഫീസിന്റെ ഏരിയ പറയാണ്. നേരത്തെ വാനിന്റെ കേസിൽ, ഓഫീസിന്റെ കേസിൽ സ്റ്റേഷനറികൾ, സ്റ്റാമ്പുകൾ, സീലുകൾ, ബുക്കൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ. ദ ബാഗ് കണ്ടെയ്നിങ് എംപ്റ്റി ബാഗ്സ് ഫോർ, അതായത് റെക്കോർഡ് ഓഫീസിലേക്ക് റിട്ടേൺ പോകേണ്ട എംപ്റ്റി ബാഗുകളൊക്കെ പക്കയായിട്ട് ലേബിൾ ചെയ്ത് സീൽ വെച്ചിട്ടുണ്ടോ. that the mail box is properly secured, മെയിൽ ബോക്സ് ഒക്കെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടോ കറക്റ്റായിട്ട്. ആൻഡ് ദാറ്റ് ദ ഓഫീസ് റൂം ഈസ് സെപ്റ്റ്, ഓഫീസ് റൂം തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണോ. എവറിത്തിങ് അറേഞ്ച് ഇൻ ടൈഡി ആൻഡ് ഓർഡർലി മാനർ, എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ഓർഡർലി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. ഈ ഷുഡ് ദെൻ ലോക്ക് ദ ഓഫീസ് റൂം ആൻഡ് റീറ്റെയിൻ ദ കീ ഇൻ ദ പേഴ്സണൽ കസ്റ്റഡി. എന്നിട്ട് ഓഫീസ് റൂം പൂട്ടാം, കീ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കസ്റ്റഡി വയ്ക്കാം. ഇഫ് ദർ ഇസ് നോ റിലീവിംഗ് മെയിൽ ഏജന്റ്, ഈ കേസിലും റിലീവിംഗ്, ജോയിനിങ് ആയിട്ടുള്ള അടുത്തൊരു മെയിൽ ഏജന്റ് ഉണ്ടെങ്കിൽ അടുത്ത് കൈമാറണം. മേക്ക് ഓവർ ദ ഡെപ്പോസിറ്റ് മെയിൽസ്, അത് മെയിൽ ലിസ്റ്റിൽ ഒക്കെ എൻട്രി മേടിച്ചിട്ട് അത് കൈമാറണം, ഹാൻഡ് ഓവർ ചെയ്യണം.
അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ ഡ്യൂട്ടീസ്. വാനിലെ കേസിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടും ഓഫീസിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ഫൈനൽ ഡ്യൂട്ടീസ് ഓഫ് മെയിൽ ഏജന്റ് ഓഫ് മെയിൽ ഗോഡ്. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി റെക്കോർഡ് ഓഫീസേഴ്സ് ആണ് പറയാനുള്ളത്. ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.